ബി.ജെ.പി. നേതാവ് സുരേഷ് ഗോപിയുടെ പല പ്രഖ്യാപനങ്ങളും നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും രാഷ്ട്രീയ നേതാക്കൾക്കിടയിലുമെല്ലാം വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് സുരേഷ് ഗോപി തുറന്നു പറഞ്ഞതും കുറച്ചു നാളുകൾക്ക് മുൻപ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും ട്രോളുകൾക്കുമെല്ലാം വഴിവെച്ചിരുന്നു. മതഭ്രാന്തനെന്നും വർഗീയവാദിയെന്നും പലതരത്തിലുള്ള പേരുകളായിരുന്നു അന്ന് സുരേഷ് ഗോപിക്ക് സൈബർ ഇടത്തിലടക്കം ചാർത്തപ്പെട്ടത്. ഇപ്പോൾ ഇതാ അതേ വിഷയത്തിൽ വീണ്ടും പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ബി.ജെ.പി. നേതാവും നടനും കൂടിയായ സുരേഷ് ഗോപി. തന്നെ വർഗീയവാദിയാക്കി ചിത്രീകരിച്ച് കമന്റ് ചെയ്യുന്നവർക്ക് മറുപടിയുമായാണ് സുരേഷ് ഗോപി രംഗത്ത് വന്നിരിക്കുന്നത്. ബ്രാഹ്മണനാകണമെന്ന് പറഞ്ഞതിനെ അവർ വളച്ചൊടിക്കുകയാണെന്നും വസ്തുത അറിഞ്ഞ ശേഷം മാത്രം വിമർശിക്കാൻ വരൂ എന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. എന്റെ ജീവിതം അയ്യനുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ ജനിച്ചു വീണ വീട്ടിലെ പ്രധാന ആരാധനാമൂർത്തി അയ്യപ്പനാണ്. എന്റെ അച്ഛന്റെയും അമ്മയുടെയും കുടുംബത്തിലെ ആചാരമനുസരിച്ച് മണ്ഡലകാലമായി കഴിഞ്ഞാൽ ശബരിമലയിൽ പോകും. പിന്നെ അതിന്റെ ചിട്ട അനുസരിച്ചാണ് വീട്ടിലെ ബാക്കി കാര്യങ്ങൾ. ശബരിമലയിൽ തന്ത്രിമാരും മേൽശാന്തിമാരും കീഴ്ശാന്തിമാരും ഹോമം നടത്തുന്നു, വിളക്ക് കത്തിക്കുന്നു, എണ്ണ തേച്ച് വിഗ്രഹത്തെ കുളിപ്പിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റിയെങ്കിൽ എന്നൊരു തോന്നലാണെന്നും സുരേഷ് ഗോപി വിശദീകരിച്ചു. അടുത്ത ജന്മമുണ്ടെങ്കിൽ താൻ പൂണൂലിട്ട ബ്രാഹ്മണനായി ജനിക്കും. ഞാനീ പറഞ്ഞതിന്റെ പേരിൽ അവർ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉണ്ടാക്കുകയാണ്. വർഗീയവാദിയാക്കി തന്നെ തേജോവധം ചെയ്യാനാണ് ഇതിന്റെ പേരിൽ അവർ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ സത്യം അറിയണമെങ്കിൽ തന്ത്രി രാജീവരുടെ നമ്പർ തരാം. എത്ര വർഷം മുൻപാണ് അദ്ദേഹത്തോട് ഞാൻ ഈ ആഗ്രഹം പറഞ്ഞതെന്ന് ചോദിച്ചു നോക്കൂ. 1995 മുതൽ ഞാനിത് അദ്ദേഹത്തോട് പറയുകയാണ്. എന്നെ വർഗീയവാദിയായി ചിത്രീകരിച്ച് വ്യക്തിഹത്യ ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും കമന്റ് ഇടുന്നുണ്ട് ചിലരെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. തനിക്കെതിരെ രാഷ്ട്രീയപരമായി നടക്കുന്ന ചില വേട്ടയാടലുകൾ മാത്രമാണ് തന്നെ വർഗീയവാദിയായി ചിത്രീകരിച്ചതെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നത്. തനിക്ക് അടുത്ത ജന്മമുണ്ടെങ്കിൽ തന്ത്രി കുടുംബത്തിൽ പുനർജനിക്കണമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശം പലതവണ വിവാദം സൃഷ്ടിച്ചിരുന്നു. സുരേഷ് ഗോപിയുടെ പരാമർശത്തിനെതിരെ സംവിധായകൻ കമൽ ഉൾപ്പെടെയുള്ളവർ വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. തൃശൂരിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി. മണ്ഡലത്തിൽ വിവിധ പരിപാടികളുമായി നിറയുന്ന താരം ബി.ജെ.പിയിൽ ഏറ്റവും ജനപിന്തുണയുള്ള നേതാവായി മാറിക്കഴിഞ്ഞു. ഇത്തവണ സുരേഷ് ഗോപി തന്നെയായിരിക്കും വിജയിക്കുക എന്നാണ് ബി.ജെ.പിയുടെയും ഉറച്ച വിശ്വാസം. ഇതിനകം തന്നെ പലതരം സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ സുരേഷ് ഗോപി ജനങ്ങളുടെ ഇഷ്ട നേതാവായി മാറിക്കഴിഞ്ഞു.